നമസ്കാരം. മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. ഇറാൻ യുദ്ധവും ഇന്ധന വില വർധനവും അമേരിക്കൻ ജനതയ്ക്ക് ട്രംപ് ഭരണകൂടത്തോടുള്ള സ്വീകാര്യത നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സർവേകൾ പറയുന്നത്. ഇറാൻ യുദ്ധം ഇപ്പോൾ പുതിയതും കൂടുതൽ സങ്കീർണവുമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇറാനിൽ US യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതും ഏകദേശം 870 കോടി രൂപ വില വരുന്ന US യുദ്ധവിമാനമായ F-15E. ഇതോടെ ജീവൻ രക്ഷിക്കാൻ വിമാനത്തിൽ നിന്ന് സ്വയം ഇജക്ട് ചാടിയ അമേരിക്കൻ പൈലറ്റിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും പറയപ്പെടുന്നു. യുദ്ധം ആരംഭിച്ചതിനു ശേഷം രാജ്യത്തു നിന്നുള്ള ഒരു US ജെറ്റ് നഷ്ടപ്പെടുന്നത് ഇതാദ്യമായാണ്. വിമാനത്തിലുണ്ടായിരുന്ന 2 ജീവനക്കാരിൽ ഒരാളെ US പ്രത്യേക സേന ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തെ ക്രൂ അംഗത്തിനെയാണ് തിരച്ചിൽ തുടരുകയാണ്. പൈലറ്റുമാരെ പിടികൂടി പോലീസിനും സൈനിക സേനയ്ക്കും കൈമാറുകയാണെങ്കിൽ സാധാരണക്കാർക്ക് ഒരു പാരിതോഷികം നൽകാമെന്ന് ഒരു ഇറാനിയൻ ചാനൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൂടാതെ US ഇസ്രയേലി ബോംബുകൾ തകർത്ത ഭൂഗർഭ മിസൈൽ ബങ്കറുകളും സിലോകളും ഇറാൻ നശിപ്പിച്ചിരിക്കുകയാണ് എന്ന് വ്യക്തമാണ്. ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്ക് ശേഷം അവ പ്രവർത്തനത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതായി US ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാൻ തങ്ങളുടെ മിസൈലുകളുടെയും മൊബൈൽ ലോഞ്ചറുകളുടെയും ഒരു പ്രധാന ഭാഗം കൈവശം വെച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാന്റെ പ്രധാന യുദ്ധലക്ഷ്യമായ മിസൈൽ ശേഷി ഇല്ലാതാക്കുന്നതിന് അമേരിക്ക എത്രത്തോളം അടുത്തതാണ് എന്ന US ഇന്റലിജൻസിൽ ഇപ്പോൾ ചോദ്യം ഉയരുകയാണ്. ഇസ്രയേലിനെയും മറ്റ് പ്രാദേശിക ലക്ഷ്യങ്ങളെയും ആക്രമിക്കാൻ ആവശ്യമായ ബാലിസ്റ്റിക് മിസൈലുകളും ലോഞ്ചറുകളും ഇറാന്റെ കൈവശം ഇപ്പോഴും ഉണ്ടെന്ന് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. USഉം ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങൾ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ആക്രമണങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി ഇറാൻ തങ്ങളുടെ പല ലോഞ്ചറുകളും ബങ്കറുകളും ഗുഹകളിലും സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഇന്റലിജൻസ് സൂചിപ്പിച്ചിട്ടുണ്ട്. സംഘർഷം തുടരുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് അവസാനിച്ചതിന് ശേഷം ഭീഷണി ഉയർത്തുകയാണെങ്കിൽ പ്രാദേശിക സമ്മർദ്ദം ചെലുത്താനുള്ള മിസൈൽ ശേഷി നിലനിർത്താനാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇറാനിയൻ സർക്കാരിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒരേ സമയം വൻതോതിലുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള ഇറാന്റെ കഴിവിനെ പരിമിതപ്പെടുത്തുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഇറാന്റെ കഴിവിനെ കുറിച്ചുള്ള കൃത്യമായ വിലയിരുത്തലുകൾ വ്യക്തമല്ല. കൂടാതെ എത്ര നശിച്ച ലോഞ്ചറുകൾ യഥാർത്ഥമായിരുന്നു എന്ന് USന് ഉറപ്പില്ല. ഭൂഗർഭ ബങ്കറുകളോ സൈലോകളോ തകർന്നതായി കാണപ്പെടുമ്പോൾ പോലും ഇറാന് അവ വേഗത്തിൽ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു. ഇറാൻ തങ്ങളുടെ മിസൈൽ ലോഞ്ചറുകളും പകുതിയും കൈവശം വെച്ചിട്ടുണ്ടെന്ന് CNN നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഭൂഗർഭ ബങ്കറുകളിൽ നിന്ന് കോർക്ക് മിസൈൽ ലോഞ്ചറുകൾ കുഴിച്ചെടുക്കാൻ ഇറാൻ ബുൾഡോസറുകൾ ഉപയോഗിച്ചതായി ഹാരിറ്റസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ കഴിഞ്ഞ മാസം സൗദി അറേബ്യയിലെ US എംബസിയിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിന് ശേഷം നേരത്തെ വെളിപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഒരു ഇറാനിയൻ ഡ്രോൺ റിയാദിന്റെ വ്യോമ പ്രതിരോധം മറികടന്ന് അമേരിക്കൻ നയതന്ത്ര കോമ്പൗണ്ടിൽ ഇടിച്ചു കയറിയ രണ്ടാമത്തെ ഡ്രോൺ അതേ സ്ഥലത്ത് ഇടിച്ച് പൊട്ടിത്തെറിച്ചു. പകൽ സമയത്ത് നൂറുകണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന എംബസിയുടെ സുരക്ഷിതമായ ഭാഗത്തേക്ക് രാത്രിയിലെ ആക്രമണം കടന്നുകയറിയതായും 3 നിലകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഡ്രോൺ ആക്രമണത്തിൽ തകർന്ന പ്രദേശങ്ങളിൽ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി സ്റ്റേഷനും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു. ആക്രമണത്തെ തുടർന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം പറഞ്ഞത് ആക്രമണത്തിൽ തീപിടുത്തം പരിമിതമായ തോതിലും ചെറിയ നാശനഷ്ടങ്ങളുമാണ് ഉണ്ടായത് എന്നാണ്. എന്നിരുന്നാലും നാശനഷ്ടങ്ങൾ കൂടുതൽ വഷളായതായും തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ 1/2 ദിവസം എടുക്കുന്നുവെന്നും പറയപ്പെടുന്നു. ഇരുവിഭാഗങ്ങളും പുറത്തു പറയാതെ നാശനഷ്ടങ്ങളുടെ കണക്ക് മൂടിവെക്കുമ്പോൾ ഈ യുദ്ധത്തിൽ ഇരുപക്ഷവും ഒട്ടും നിഷ്കളങ്കരല്ല എന്നും ഉയർന്ന സംശയങ്ങൾ നിരവധി ആണെന്നും സൂചിപ്പിക്കുന്ന രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിലെ പോസ്റ്റ് ശ്രദ്ധ നേടുന്നു. ആ പോസ്റ്റ് നമുക്ക് നോക്കാം. USഉം ഇസ്രയേലും കൂടി ഇറാനുമേൽ നടത്തുന്ന ആക്രമണത്തിലൂടെ വാസ്തവത്തിൽ ലക്ഷ്യമിടുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ തകർച്ച കൂടിയാണോ? വർഷങ്ങളായുള്ള ഉപരോധങ്ങളും മാസങ്ങൾ നീണ്ട ചർച്ചകളും അതേസമയം തന്നെ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പും നടത്തിയ ശേഷമാണ് ഇറാനുമേൽ അമേരിക്കൻ സഖ്യം കടന്നുകയറിയത്. ഇസ്രയേലും ജോർദാനിലും കൂടാതെ ഇറാനെ ചുറ്റിവളഞ്ഞ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും USന് സൈനിക താവളങ്ങളുണ്ട്. അതിൽ തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ എല്ലായിടത്തും അവരുണ്ട്. 7ാം വ്യോമസേനയുടെ ആസ്ഥാനം ഖത്തറിലും 5ാം കപ്പൽപ്പടയുടെ പ്രധാന താവളം ബഹ്റൈനിലുമാണ്. ഈ താവളങ്ങൾക്കൊക്കെ അമേരിക്കയ്ക്ക് ഈ നാടുകൾ ആസ്ഥാനം നൽകിയത് തങ്ങളുടെ സംരക്ഷണം അമേരിക്ക നോക്കുമെന്ന കരാറിന്മേലാണ്.
1974 അതിന് പകരമായിട്ടാണ് തങ്ങളുടെ എണ്ണയും പ്രകൃതിവാതകവും ഡോളറിൽ മാത്രം വിൽക്കാമെന്ന് സൗദി മുതലുള്ള ഗൾഫ് രാജ്യങ്ങൾ സമ്മതിച്ചത്. ഇങ്ങനെയാണ് പെട്രോ ഡോളർ പിറവി ഉണ്ടാകുന്നത്. അങ്ങനെ ലോകത്തിൽ ആര് ഗൾഫിൽ നിന്ന് എണ്ണയും ഗ്യാസും വാങ്ങിയാലും ലാഭം കൊയ്യുന്നത് ഡോളർ ഇത്ര ശക്തി നേടിയതും അമേരിക്ക ഇന്ന് കാണുന്ന അത്ര സമ്പന്നമായതും ഇതുകൊണ്ട് തന്നെയാണ്. ആ സമ്പത്ത് അവർ കൂടുതൽ വലിയ സൈനിക ശക്തിയാകാനും ആയുധങ്ങൾ കുന്നുകൂട്ടാനും കൂടുതൽ ലോകാധീശത്വം നേടാനും ഉപയോഗിച്ചു. USSRനെ ചിഹ്ന ഭിന്നമാക്കാനും കുവൈത്തിനെ ആക്രമിക്കാൻ സദ്ദാമിന് ധൈര്യം പകർന്ന സൗഹൃദവും ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാന്ന് ഭാവിച്ച് ഇറാഖിനെ ആക്രമിച്ച് സദ്ദാമിനെ ഇല്ലാതാക്കാൻ കൂസലില്ലാതെ നിൽക്കുകയും സൈനികമായും സാമ്പത്തികമായും അവരുണ്ടാക്കിയ ഈ മേൽക്കോയ്മ ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ ലോകം കാണുന്നത് അതിന്റെ മറുവശമാണ്. ഇറാന് മേൽ ഈ മൃഗീയമായ ആക്രമണം നടത്തുമ്പോൾ തന്നെ കിട്ടുന്ന തിരിച്ചടികൾ ഉയർത്തുന്ന സംശയങ്ങൾ അനേകമാണ്. ഇറാന് യുദ്ധം 33 ദിനങ്ങൾ പിന്നിടുകയാണ്. ഒരു വശത്ത് അമേരിക്കയും ഇസ്രയേലും, മറുഭാഗത്ത് ഇറാൻ ഒറ്റയ്ക്ക്. എന്നിട്ടും ഇതിനോടകം അമേരിക്കയുടെ മധ്യേഷ്യയിലെ ഏതാണ്ട് എല്ലാ താവളങ്ങളും ഇറാൻ അടിച്ചു തകർത്തു കളഞ്ഞു. ഒറ്റയ്ക്ക് നിന്ന് ഏതാണ്ട് 11 രാജ്യങ്ങളെ അവർ തിരിച്ചടിച്ചു കഴിഞ്ഞു. അതിൽ നേരിട്ട് ഇസ്രയേലുമായി മാത്രമാണ് ഇറാന് യുദ്ധം. ബാക്കി വരുന്ന രാജ്യങ്ങളിൽ US ആസ്ഥാനങ്ങൾ ഉണ്ടെന്ന സാങ്കേതികത്വം മാത്രമാണ് അവരെ ലക്ഷ്യം വെക്കാൻ കാരണം. തങ്ങളുടെ ഒരൊറ്റ സഖ്യ രാജ്യങ്ങളെയോ എന്തിന് അവിടുത്തെ സ്വന്തം താവളങ്ങളെയോ പോലും സംരക്ഷിക്കാൻ വൻ ശക്തിയായ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മറിച്ച് സ്വന്തം ആളുകളെ യുദ്ധം തുടങ്ങിയ ശേഷം പിൻവലിക്കുകയാണ് മിക്കയിടങ്ങളിലും നിന്നും. അതായത് പെട്രോ ഡോളർ കരാറിന് പകരം എന്താണോ അവർ വാഗ്ദാനം ചെയ്തിരുന്നത് അതിൽ ഒന്നുകിൽ അവർ പരാജയപ്പെട്ടു, അഥവാ വാഗ്ദാനം പാലിക്കാൻ മാത്രമുള്ള ജാഗ്രത ഇങ്ങനെയൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങും മുൻപ് കാണിച്ചില്ല എന്ന് വേണം കരുതാൻ. ഇത് മനഃപൂർവ്വമായി വരുത്തിയ പിഴവാണോ എന്ന ചിന്ത ഉയരുന്നത് ഇവിടെയാണ്. എണ്ണ സമൃദ്ധി കൊണ്ട് സമ്പന്നമായ ഗൾഫ് രാജ്യങ്ങൾ എല്ലാം സുന്നി മുസ്ലിം നാടുകളാണ്. ഷിയ രാജ്യമായ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ കനത്ത നാശമാണ് ഈ രാജ്യങ്ങളിൽ ഉണ്ടായത്. സമ്പന്നമായ ഗൾഫ് നാടുകൾ ഇടിവ് നേരിടുന്നത് ഭാവിയിൽ അവരുടെ മേൽ തങ്ങളുടെ സ്വാധീനം കൂടുതൽ ശക്തമാക്കാൻ ഉപകരിച്ചേക്കാം. പ്രത്യേകിച്ചും പെട്രോ ഡോളർ കരാറ് പുതുക്കാൻ തയ്യാറാകാത്ത സൗദിയുടെ മേൽ. സൗദി രാജകുമാരനെ കുറിച്ച് അധിക്ഷേപകരമായ പരാമർശം ട്രംപ് നടത്തിയത് ചുമ്മാതെയല്ല എന്ന് സാരം. മറുവശത്ത് ഇറാൻ ഒട്ടും നിഷ്കളങ്കരല്ല. മതപരമായ അന്ധവിശ്വാസങ്ങൾ കാരണം മാത്രം ഇസ്രായേൽ ജനതയെ ഉന്മൂലനം ചെയ്യാനായി കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലേറെയായി തയ്യാറാവുകയായിരുന്നു അവർ. ഒരു കാലത്ത് ഗൾഫ് വെറും മരുഭൂമിയായി കിടന്ന കാലത്ത് അതിസമ്പന്നവും ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് തൊഴിലന്വേഷകർ ഭാഗ്യം തേടിയ നാടായിരുന്നു പേർഷ്യ. ആ രാജ്യത്തെ ഇക്കാണുന്ന അവസ്ഥയിലെത്തിച്ചത് മതഭരണമാണ്. ജനങ്ങൾ പട്ടിണിയായാലും ആയുധങ്ങൾ കുന്നുകൂട്ടിയാൽ മതിയെന്ന ചിന്തയിലായിരുന്നു അവർ. അമേരിക്കയുമായി നടന്ന ചർച്ചകളിൽ കടുംപിടുത്തം തുടർന്നതിന് വളരെ പ്രധാനമായ ഒരു കാരണം ഉണ്ടായിരുന്നു. ആണവായുധം ഉണ്ടാക്കുന്നതിന് വളരെ അടുത്തിരുന്നു അവർ. 3ാം ചർച്ച നടക്കവേ ഇറാന്റെ പ്രതിനിധിയിൽ നിന്നും അമിത ആത്മവിശ്വാസം കാരണം ഉണ്ടായ ഒരു പ്രതികരണമാണത്രേ പൊടുന്നതിനെ ആക്രമണം തുടങ്ങാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചത്. നിങ്ങൾ വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല, കാരണം വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ 16 ആണവ പോർമുനകൾ ഞങ്ങൾക്കുണ്ടാകും, എന്നിട്ട് കാണിച്ചു തരാമെന്ന ഇറാന്റെ പ്രതിനിധിയുടെ അഹന്ത കലർന്ന നിലപാടിൽ അമേരിക്കയും ഇസ്രയേലും ഭയന്നുപോയി. അന്ന് തന്നെ രാത്രി ഇസ്രയേൽ ആക്രമണവും തുടങ്ങിയത്രേ. ബാക്കി നടന്നത് നമ്മുടെ മുന്നിലുണ്ട്. വളരെ സങ്കീർണമാണ് അവസ്ഥ. ഇരു കൂട്ടർക്കും അവരുടേതായ ന്യായം ഈ യുദ്ധത്തിലുണ്ട്. അതിനാൽ തന്നെ ഇത് നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് ഗൾഫ് നാടുകളും പിന്നെ എണ്ണക്ഷാമം കാരണം കഷ്ടപ്പെടുന്ന മറ്റു രാജ്യങ്ങളുമാണത്രേ. ഈ വിനാശകരമായ യുദ്ധത്തിന് കാരണക്കാരായ ഇരുപക്ഷവും ഈ കള്ളക്കളിയിൽ ഒട്ടും നിഷ്കളങ്കരുമല്ല. ഞാൻ ഇതിൽ മനഃപൂർവ്വം പറയാതെ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, ചിന്തിച്ചാൽ മനസ്സിലാകും. എന്തായാലും ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് കൃത്യമായ ചർച്ചകൾ ലോകത്തിന് മുന്നിൽ വഴി തുറക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും നന്മയും തിന്മയും തമ്മിലുള്ള ഈ യുദ്ധം എത്രയും വേഗം തന്നെ അവസാനിക്കട്ടെ. അവസാനിച്ചാൽ മാത്രമേ നമുക്ക് ആശ്വാസകരമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമാകുന്നു. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.